അപ്പോൾ തന്നെ ഒരു വനിതാ MLA ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്ര പരസ്യമായി ഈ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഷ്കൃത ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികളായ MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും. അള്ളാഹുവിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്റേതായ സ്വത്വത്തെ, തന്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. മതത്തിന് വേണ്ടിയാണ് ഇവിടെ മുസ്ലിം ജനപ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടതെങ്കിൽ, മതസ്ഥനായിട്ടാണ് പ്രവർത്തിക്കേണ്ടതെങ്കിൽ അത് കുറച്ച് കഷ്ടമാണ്. 15 മന്ത്രിമാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 6 പേർ മുസ്ലിം മതത്തിൽ നിന്നുള്ളവരാണ്. കോൺഗ്രസിന്റെ T സിദ്ദിഖിനെ കൂടി ചേർത്ത മുസ്ലിം ലീഗിന് മാത്രമായിട്ട് 5 ജനപ്രതിനിധികൾ മന്ത്രിമാരായിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്ന് T സിദ്ദിഖ് കൂടി ചേരുമ്പോൾ അദ്ദേഹവും മതസ്ഥനാണല്ലോ. ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹവും മുസൽമാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 6 പേരുണ്ട്. 6 പേർ മുസൽമാന്മാരാവുന്നു, 15 മന്ത്രിമാരുണ്ടാവുന്നു. കണക്ക് നോക്കുമ്പം 15 കൊണ്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 40% വരും അല്ലേ? ശരി, 40%. 40% മന്ത്രിമാരും മുസൽമാന്മാരാണ്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊക്കെ മതസ്ഥരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ നാട് എങ്ങനെയാണ് പോവുക? പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. മുസ്ലിം ലീഗ് പ്രധാന ഘടക കക്ഷിയായിട്ടുള്ള കേരള ഭരണം അത് VD സതീശൻ ഏത് നിലയിൽ കൈകാര്യം ചെയ്യും എന്നതിനെ അനുസരിച്ചിട്ടാണ് കേരളത്തിലെ BJPയുടെ ഭാവിയും അതുപോലെ ഭാരതത്തിലെ കോൺഗ്രസിന്റെ ഭാവിയും നിർണയിക്കപ്പെടുക. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ വളരെ ആത്മാർത്ഥമായി മതേതര ബുദ്ധിയുള്ള മനുഷ്യപ്പറ്റുള്ള മനുഷ്യർക്ക് കാത്തിരിക്കാം എന്ന് ഞാൻ പറയാൻ കാരണം, 1 വർഷം കൊണ്ട് നെല്ലും പതിരും തിരിയും, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് തിരിക്കും. അതുകൊണ്ട് BJPയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യം ഇവിടെയുള്ള ഹൈന്ദവരായിരിക്കില്ല. ഈ ഹുസൈൻ സലഫിയെ പോലുള്ള, തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള മത ഉദ്യോഗസ്ഥരും ഇതുപോലുള്ള മതപ്പറ്റുള്ള മനുഷ്യരും തീർച്ചയായിട്ടും ഒരു ഹൈന്ദവ ഏകീകരണം പോലും സാധ്യമാക്കും. അങ്ങനെ BJPയെ ശക്തിപ്പെടുത്തും എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഹുസൈൻ സലഫിക്കൊന്നും BJP ആണ് ശമ്പളം കൊടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് പരസ്യമായി ഇതുപോലുള്ള ഒരു കാര്യം പറയാൻ മാത്രം ഇവരൊക്കെ വിഡ്ഢികളാണോ? അതേ അവസരത്തിൽ മതേതരത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ, വർഗീയതയോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ. ഇപ്പോൾ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൈന്ദവർ പ്രകടിപ്പിക്കുന്ന സ്വത്വബോധത്തെയാണോ ഇവർ വർഗീയത എന്ന് പറയുന്നത്? ഈ ഹുസൈൻ സലഫി അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഹൈന്ദവർ പൊട്ടുകുത്തിയാൽ അത് വർഗീയത, ഹൈന്ദവൻ കാവിമുണ്ടെടുത്താൽ അത് വർഗീയത, അവൻ ക്ഷേത്രത്തിൽ പോയാൽ അത് വർഗീയത. ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞു, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ വിളി പോലൊന്നുമല്ലല്ലോ, അല്ലെ? മലവും മൂത്രവും ഒക്കെ വിസർജിക്കുക എന്ന് പറയുന്നത് പോലെ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും വിമാനത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്, കപ്പലിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്, കടൽ തീരത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്, വാഹനങ്ങൾ ചീറിപ്പായുന്ന നടുറോഡിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് മലവും മൂത്രവും ഒക്കെ പ്രകൃതിയുടെ വിളി എന്ന് പറഞ്ഞ പോലെ, അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത, ഒരു പരിധി കഴിഞ്ഞ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പൊട്ടി ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വിസർജ്യ പ്രവർത്തനമാണോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതല്ല, അല്ലേ? അങ്ങനെ ആവരുതല്ലോ. അപ്പൊ അങ്ങനെ പോലും നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെയാണ് മതേതരത്വം എന്ന് പറയുക. എനിക്ക് സങ്കടമുണ്ട്. ഇനി നിങ്ങൾ എന്നെ പിടിച്ച് ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ മോശക്കാരനാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ഒരു മതത്തെയും മോശമായി പറയില്ല, ഒരു ദൈവത്തെയും തള്ളിപ്പറയില്ല. പക്ഷേ മതം സ്വകാര്യമായ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയത്തെയും അത് സാമൂഹ്യ ജീവിതത്തെയും ബാധിച്ചു തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. മതവസ്ത്രത്തിൽ ഒരു പെൺകുട്ടി, മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു ജനപ്രതിനിധി നിലവിളക്ക് കൊളുത്തിയാൽ അത് തീർച്ചയായിട്ടും മതേതര പ്രവർത്തനമാണ്, അതൊരു മതസൗഹാർദ്ദത്തിന്റെ ലക്ഷണമാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ വർഗീയത വരുന്നത്. അതെന്തുകൊണ്ടാണ് ഹുസൈൻ സലഫിക്ക് മനസ്സിലാവാതെ പോകുന്നത്? മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി, അദ്ദേഹത്തിന് കിട്ടിയ മന്ദിരത്തിന്റെ പേരിനകത്ത് ഒരു പുഴയുടെ നാമമുണ്ട്, അത് ഹൈന്ദവ നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുഴയെ പോലും ഹിന്ദുവാക്കിക്കൊണ്ട് പേര് മാറ്റിക്കളഞ്ഞു, വിലാസം മാറ്റിക്കളഞ്ഞു. എന്തുമാത്രം മതപ്പറ്റാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രത്തോളം അല്പത്തരം കാണിക്കണോ? സൗദി അറേബ്യയിലെ മുസൽമാന്മാരായിട്ടുള്ള, അതായത് അവരാണല്ലോ ഈ അസൽ മുസൽമാന്മാരെന്ന് പറയുന്നത്, അവിടെ ആണല്ലോ ഇതിൻ്റെയൊക്കെ ആവിർഭാവം എന്ന് പറയുന്നത്. അവിടെയുള്ളവർക്ക് പോലും ഈ ഹിന്ദു വിരോധമില്ല,
ഭാരതം എന്ന് പറയുന്ന ദേശത്തോട് വെറുപ്പില്ല. അവിടെയൊക്കെയുള്ള മനുഷ്യർക്ക് ബോധമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു കുറച്ചധികം കാലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഈ സമൂഹത്തിൽപ്പെട്ടവരല്ലേ, നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നവരല്ലേ, അവരൊക്കെ ഹിന്ദുക്കൾ തന്നെ ആയിരുന്നില്ലേ? പല നിലയിലല്ലേ അത് മാറിപ്പോയത്? അത് വേറൊരു കാര്യമാണ്, വേറൊരു ചർച്ചയ്ക്ക് വേണ്ട കാര്യമാണ് അല്ലേ? എന്നാൽ ഇവരെല്ലാം അല്ലാതെ ആരും കപ്പൽ കയറി ഇങ്ങോട്ട് വന്നതല്ലല്ലോ, അതല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കേരളനാട്ടിലേക്ക് വന്നതല്ലല്ലോ. നമ്മളെല്ലാം ഹിന്ദുക്കളല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? നമ്മളെല്ലാം മനുഷ്യരല്ലേ? ചിലർ രോമത്തിലും വസ്ത്രത്തിലും മതം, ഞങ്ങളുടെ മതം ഇതാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നു, ചിലർ ഇതൊന്നുമില്ലാതെ നടക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിവസ്ത്രത്തെ പോലെ മാത്രം കാണേണ്ടത് ഇടാം ഇടാതിരിക്കാം, അതൊക്കെ സ്വകാര്യത മാത്രമല്ലേ? അതൊന്നും നമ്മൾ പുറത്തേക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കാണിക്കാതെ ജീവിക്കുക എന്നുള്ളതല്ലേ? നാണം പൊതുവായിട്ട് മറയ്ക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ആവശ്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഏത് തരത്തിലുള്ളത്, കൗപീനമാണോ, ഒന്നുമില്ലായ്മയാണോ, അതല്ലെങ്കിൽ വിദേശ നിർമ്മിതമാണോ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മളുടെ സൗകര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ മതത്തെ ആ നിലയിൽ കണ്ടാൽ പോരെ? നിങ്ങൾ ഏതെങ്കിലും ജനിച്ചത് വഴി നിങ്ങൾക്കൊരു മതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിക്കോ, അനുഭവിച്ചോ, ആചരിച്ചോ. അത് സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? അതങ്ങനെ ബാധിക്കാൻ പാടുണ്ടോ? ഇപ്പം കുറച്ചൊരു മാറ്റത്തോടെ ചിന്തിക്കണ്ടേ? ഇത് ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തിൽ നിന്നുകൊണ്ട് പ്രാകൃത കാലത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനുള്ള ഈ പരിശ്രമം ഒട്ടും നല്ലതല്ല എന്ന് ഞാനത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ വർഗീയവാദിയാകുന്നെങ്കിൽ അത് കഷ്ടമാണ്. എന്തായാലും ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ചളിപ്പിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ചളിപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. മതത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രിയെ എതിർക്കാൻ പാടില്ല. അദ്ദേഹം മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് എതിർക്കാൻ പാടില്ല. അദ്ദേഹം മുസ്ലിം നാമധാരി ആയതുകൊണ്ട് എതിർക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മതം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എതിർക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വർഗീയവാദികളല്ല. അവർ ഹിന്ദുവോ പോങ്ങരോ എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഈ ഹുസൈൻ സലഫിയോട് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് പിശകുണ്ട്, വളരെ വലിയ പിശകുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞത് ഒന്നുകൂടി വായിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ഒരു മുസ്ലിം താൻ ഒരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താനൊരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ആ നിലയ്ക്ക് എല്ലാവരുടെയും സ്നേഹവും പ്രീതിയും എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ സംഗതിയിൽ ആ തെളിയിക്കാൻ എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു ധ്വനിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ, മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മതേതരത്വം എന്ന് പറയുമ്പോൾ അത് ശരിയായ നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ മതവസ്ത്രത്തിൽ നടക്കുന്നവർ പോലും ഒരാവശ്യം വന്നാൽ ജനപ്രതിനിധിയായി, മതത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ലല്ലോ അവർ വന്നിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളുടെയെങ്കിലും വോട്ട് കിട്ടിയിട്ടുണ്ടാവാം. കാരണം അവർ UDFന്റെ ഭാഗമായിട്ട് നിന്നിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ വോട്ട് കൂടി കിട്ടിയിട്ടുണ്ടാവാം. UDF അനുഭാവികളായിട്ടുള്ള ആളുകളിൽ ക്രൈസ്തവരുമുണ്ടാവാം, ഹൈന്ദവരുമുണ്ടാവാം. വളരെ ചെറിയ ശതമാനമെങ്കിൽ പോലും ആ പെൺകുട്ടി MLA ആയി വന്നത് മുസ്ലിമുകളുടെ മാത്രം വോട്ട് കൊണ്ടല്ല. അവർ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കുമല്ല, കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിലേക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ മുസ്ലിം അല്ല, അവർ ഒരു ജനപ്രതിനിധിയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ മുസ്ലിമിന്റെ പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അവർക്ക് വോട്ട് കൊടുത്തിരിക്കുന്നത്. അവർ UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട്, കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ ഘടകകക്ഷിയായി നിന്നുകൊണ്ട് വോട്ട് നേടി വന്നതാണ്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ തന്നെ വോട്ടുകൾ മതബാധയില്ലാതെ കേവലം UDF മാത്രമായിട്ട് നിൽക്കുന്ന ആളുകളുടെ പോലും വോട്ടുകൾ ആ പെൺകുട്ടിക്ക്, ആ സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ മതവസ്ത്രത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നാടിന്റെ പ്രത്യേകത, അത് നാട് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവർ മതസ്ഥയായിട്ട് വേണം ഈ കേരള നിയമസഭയിൽ പ്രവർത്തിക്കാൻ എന്ന് പറയുന്നത് മതേതരത്വമല്ല, അത് വർഗീയതയാണ്. അതുപോലെ തന്നെ അവർ നിലവിളക്ക് കൊളുത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നതും വർഗീയതയാണ്, അതും മതേതരത്വമല്ല. അങ്ങനെ വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മതേതരത്വമെന്ന് ഹുസൈൻ സലഫിയെ പോലെയുള്ള മത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിൽ അത് മതവ്യാപാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. അത് കേരള സമൂഹം, പരിഷ്കൃത സമൂഹം, പൊതുസമൂഹം അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അംഗീകരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഒരു പൗരൻ എന്ന നിലയിൽ. തീർച്ചയായിട്ടും പോങ്ങൻ ഇത്രയേ പറയാനുള്ളൂ.
അതുകൊണ്ട് ഹുസൈൻ സലഫിയെ പോലുള്ള മനുഷ്യർ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി സംസാരിക്കുന്നതാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ BJP സംബന്ധിച്ചിടത്തോളം ഗുണമാവും. നല്ലത്, സന്തോഷമേ ഉള്ളൂ എനിക്കതിൽ. അതല്ലെങ്കിൽ ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കാൻ നിങ്ങൾ സഹായമാകും എന്ന് പറയുന്ന വിചാരവും എനിക്കുണ്ട്. അതും നല്ലതൊക്കെ തന്നെയാണ്. കാരണം ഹിന്ദുക്കൾ ശക്തിപ്പെട്ടു നിന്നാൽ മാത്രമേ മതേതരത്വവും ജനാധിപത്യവും നിലനിന്നു പോകൂ എന്ന് പറയുന്ന ബോധ്യം ഹുസൈൻ സലഫിയെ പോലുള്ള മനുഷ്യർ പകർന്നു തരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ശക്തി പ്രാപിക്കേണ്ടത് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും നാടിൻ്റെയും മാനവിക ഭാവത്തിൻ്റെയും ഗുണത്തിന് അത് ഉതകും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഹൈന്ദവ ഏകീകരണം സംഭവിക്കാൻ സാധ്യമാകുന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹുസൈൻ സലഫിയെ പോലുള്ള മനുഷ്യർക്ക്, അല്ലെങ്കിൽ മതസ്ഥർക്ക്, മനുഷ്യനെന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണം, മതസ്ഥർക്ക് തീർച്ചയായിട്ടും പൊങ്ങൻ്റെ ആദരവ് നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ തുടരുക. നിങ്ങൾ ഇത്തരം രീതിയിൽ സംസാരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഗുണമായിരിക്കും സത്യത്തിൽ നല്ല നിലയിൽ മതേതരത്വം ഈ നാട്ടിൽ കൊഴുക്കാനും ഹൈന്ദവർ ഉണർന്നു പ്രവർത്തിക്കാനും സംഘടിത ബുദ്ധിയുടെ ആവശ്യം അവരെ ബോധ്യപ്പെടുത്താനുമൊക്കെ നിങ്ങൾ നടത്തുന്ന ഇത്തരം സന്ദേശങ്ങൾ, യഥാർത്ഥത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്കുള്ളതല്ല, അത് ഹൈന്ദവ സമൂഹത്തിന് ഉതകുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ഞാനിവിടെ നിന്ന് ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് പിന്നീട് പോയിക്കോളാം. അപ്പോൾ കൂടുതലൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ, ഹുസൈൻ സലഫിക്കും നല്ലത് വരട്ടെ. കഷ്ടം.